എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ വീട്ടിലെ വിയറ്റ്നാം എയർലി പ്ലാവ് എന്ന് പറയും. ഇത് വർഷാവർഷം കായ്ക്കും. അത് നട്ട് ചെറുതിലേ തന്നെ കായ്ക്കും. കണ്ട തിരിയിട്ടൊക്കെ കണ്ട. ഈ സത്യത്തിൽ ഇത് കാണിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൽ വന്ന് ചേരുന്ന ചില വിചിത്ര ഷഡ്പദങ്ങളും ജീവികളെയൊക്കെ കാണിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോ എടുത്തത്. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരു തരം ജീവികളൊക്കെ ഇതിനകത്ത് വന്ന് കയറുന്നുണ്ട്. നേരത്തെ മുഞ്ഞയുടെ ശല്യം ഉണ്ടായിരുന്നു. അതിന് യൂട്യൂബിൽ നോക്കി ചില മരുന്നുകളൊക്കെ ഞാൻ റെഡിയാക്കി തളിച്ച് അതിന് കുറവുണ്ട്. ഇപ്പം ഇന്ന് കണ്ടെത്തിയൊരു സാധനമാണ്. കണ്ട ഒരു വിചിത്ര ജീവി, വിചിത്ര ആകൃതിയിലുള്ള ചെറിയൊരു സംഭവമാണ്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിതുവരെ ഈ രീതിയിലുള്ള കണ്ടിട്ടില്ല. ഈ പൂട പോലത്തെയൊക്കെ വേറെ ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു തരം എട്ടുകാലിയാണോ എന്താണെന്നൊരു പിടുത്തമില്ല. ഉണ്ടോ, അതിങ്ങനെ പോവാണ്. അപ്പോൾ ഇതിനൊന്ന് പിടിച്ചിട്ട് നമ്മുടെ കാണാൻ പറ്റിയ ഏരിയയിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയണം. കാണുന്നുണ്ടോ? എൻ്റെ മൊബൈലിലാണെങ്കിൽ സൂം ചെയ്തിട്ട് ക്ലിയർ ആവുന്നില്ല സംഭവം. നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ കണ്ടിട്ടുണ്ടോ? ഇതെന്ത് തരം ജീവിയാണ്? ഇത് ചെടികളെ നശിപ്പിക്കാനായിട്ട് കയറിയിരിക്കുന്നതാണോ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. വളരെ ചെറുതാണത്. ഇപ്പോൾ ഒരെണ്ണം കണ്ടുള്ളൂ. വേറെ എവിടെ അതിൻ്റെ സംഭവം കണ്ടില്ല. ഇനി പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. ഉണ്ട്, അതിങ്ങനെ മൊത്തം കയറി ഇറങ്ങി നടക്കുക. പറക്കണമൊന്നുമില്ല. ഞാൻ കുറേ തട്ടി നോക്കി, പറക്കണമൊന്നുമില്ല. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ട് സംഭവം. നമുക്കതെ ഞാനൊരു ഇലയിലെടുത്തിട്ട്, പ്ലാവിലയിൽ തന്നെ എടുത്തിട്ട് സിറ്റ് ഔട്ടിൽ കൊണ്ട് തട്ടിയിട്ട് ശരിക്കൊന്ന് നല്ല രീതിയിൽ ഇത് കാണാമെന്ന് വെച്ചിട്ടൊക്കെ കൊണ്ടുവന്നുണ്ടോ. സംഭവം പ്രത്യേക രീതിയിലുള്ള സാധനമാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലത്തെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നും ഇത് ചെടികളെ നശിപ്പിക്കുന്ന സാധനമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ തന്നാൽ എനിക്കും ഇത് കാണുന്ന മറ്റുള്ളവർക്കും അത് ഉപകരിക്കും. ഇതുപോലുള്ളത് ചെടികളിൽ നശിപ്പിക്കുന്ന സാധനമാണെങ്കിൽ വന്ന് ചേരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കാണുന്നവർ പറഞ്ഞു തന്നാൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ മുഞ്ഞയുടെ ശല്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തിരിയിട്ട പ്ലാവിലെ തിരിയെല്ലാം അടന്നുപോയി. അത് മുഞ്ഞയുടെ ശല്യം കൊണ്ടാണ് എന്താണ്, ഇനി പ്ലാവിൽ അങ്ങനെ മുഞ്ഞയുടെ ശല്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു കേട്ടോ. മുഞ്ഞാന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇങ്ങനെ കറുത്ത കുത്തുകുത്ത് പോലെ, അതേപോലെ വെള്ള പൊടി പോലത്തെ സംഭവമൊക്കെ വന്ന് കയറുക. അതിന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ സോപ്പിലായനി, വിനാഗിരി, പിന്നെ വേറെന്താ സംഭവം ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട്, അത് ഒരു അനുപാതമുണ്ട്, അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. സോപ്പിലായനി, വിനാഗിരി, പിന്നെ ഒരു ഓയില്, അതും കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കുറഞ്ഞ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനത്തിനെ കണ്ടുമുട്ടിയത്. ഇതെന്താ സംഭവം ഇതുവരെ പിടുത്തം കിട്ടിയില്ല. ഉണ്ടാ, ഇതൊരു പ്രത്യേക രീതി, ചിറകൊന്നുമില്ല, പറക്കണമൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. ഞാൻ കറുത്ത പ്രതലത്തിൽ ഇതെങ്ങനെ ഉണ്ടാവും നോക്കാനായിട്ട് ഞാൻ അതിനെ മറ്റേ സിറ്റ് ഔട്ടിലുള്ള ചവിട്ടിയില്ലേ അതിൽ കൊണ്ടുവന്നിട്ട് നോക്കി. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് സാധനത്തിന്. പക്ഷെ ഇത് ഉപദ്രവകാരിയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇത് കാണുന്നവർ, ഇതിനെക്കുറിച്ച് അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. എനിക്ക് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഇത് കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ഒന്ന് കമൻ്റായിട്ട് ഇടണേ, ഇത് ഏത് തരം ജീവിയാണ്, ഇത് ചെടികളെ നശിപ്പിക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് സംഭവം, നല്ല രസമുണ്ട് ഇതാക്കി നമ്മൾ കാണുമ്പോൾ. സംഭവം ചെറുതാണ്, ഒരു ഉറുപ്പിനേക്കാളൊക്കെ ഒരു ഇത്തിരി കൂടി വലുപ്പം, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല അതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ സൂം ചെയ്ത് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പ്രത്യേക രീതിയിലുള്ള ജീവി. എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യണേ, ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ഇതെന്ത് സാധനമെന്നൊന്നും, ഇത് ബഹുദ്രവകാരിയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്തൊക്കെ ഉള്ളായിരുന്നു.